ഹലോ നമസ്കാരം. സൈലം ബി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്റെ പേര് ആനന്ദ്. അപ്പോ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നമ്മളെ കണ്ണൂർ, കൊല്ലം ജില്ലകളുടെ ആ ഒരു ഇമ്പോർട്ടന്റ് ആക്ടുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളുടെ ഒരു വിശദമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ മറ്റു കാര്യങ്ങൾ തരുന്നതിന് വേണ്ടിയിട്ടാണ്. വീണ്ടും വളരെ സന്തോഷം തരുന്ന ഒരു മേഖലയായിരുന്നു നമ്മുടെ ഇമ്പോർട്ടന്റ് ആക്ട്. നമുക്ക് അത് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു. ഓക്കെ, പക്ഷെ ഒരു സങ്കടം എന്ന് പറയുന്നത് കേരള ഗവേണൻസ് എന്നുള്ള ചോദ്യങ്ങളൊന്നും ഇപ്രാവശ്യം ഉൾക്കൊള്ളിച്ചില്ലായിരുന്നു. നമ്മളെ കേരള ഗവേണൻസിനെ തേച്ചു എന്നതിന് എന്ത് ചെയ്യാം പറയാം. ഓക്കെ, എന്നാലും കുഴപ്പമില്ല, ഇമ്പോർട്ടന്റ് ആക്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന തന്നെയായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ബാച്ച്, നമ്മൾ പുതിയൊരു ബാച്ച് ഈ വരുന്ന 4-ാം തീയതി മുതൽ നമ്മൾ എന്ത് ചെയ്യാണ് ആരംഭിക്കുകയാണ്. നമ്മൾ പ്രിലിംസ് പ്ലസ് മെയിൻസ് ഓറിയന്റഡ് ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അതായത് പ്രിലിംസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. പ്രിലിംസ് ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതേ ബാച്ചിൽ തന്നെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾ മെയിൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ഈ പറയുന്ന സെക്രട്ടറി അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള അതിനകത്ത് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കുകൾ മറ്റു കാര്യങ്ങൾ വരികയാണെങ്കിൽ അതും നിങ്ങൾക്ക് എന്ത് ചെയ്യായിരിക്കും ഇതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ കോഴ്സിന്റെ ഫീ എന്ന് പറയുന്നത് 3999 രൂപയാണ് നമ്മുടെ കോഴ്സ് ഫീ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ക്ലാസ് സെപ്റ്റംബർ 4 തുടങ്ങുന്നതായിരിക്കും. ക്ലാസ് സെപ്റ്റംബർ 4 തുടങ്ങുന്നു. അതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 1 വർഷം, അല്ലെങ്കിൽ എക്സാം എന്ന് വരെയാണോ അന്ന് വരെ നമുക്ക് ഇതിന്റെ കോഴ്സിന്റെ വാലിഡിറ്റി ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് ഓഫറും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആ ഓഫറും മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ആദ്യ ചോദ്യം, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഏത് ഉപഭോക്തൃ അവകാശം ഉറപ്പു നൽകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, നമ്മുടെ ഇന്നലെ നമ്മുടെ റിവിഷൻ ക്ലാസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാരത്തോണിൽ നമ്മൾ ഇതേപോലെ ഒരു ചോദ്യം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ചോദ്യമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് 6 ഉപഭോക്തൃ അവകാശങ്ങളാണ് നമുക്കുള്ളത്, നമുക്കറിയാം അല്ലെ. അതായത് ഒന്നാമത്തെ ഉപഭോക്തൃ അവകാശം എന്ന് പറയുന്നത് അന്യായമായ വ്യാപാര നടപടികളിൽ നിന്ന് ഉപഭോക്താവിന് ദോഷകരമാകുന്നതായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഉപഭോക്താവിനെ പരിരക്ഷിക്കാൻ, സംരക്ഷിക്കാനുള്ള അവകാശമാണ് ഒന്നാമത്തെ അവകാശം. ഓക്കെ, രണ്ടാമത്തെ അവകാശം എന്ന് പറയുന്നത് അറിയാനുള്ള അവകാശമാണ് അല്ലെ. ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ ആ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട് റിലവന്റ് ആണ് അതിന്റെ എന്താണ് ശേഷിയെക്കുറിച്ച്, വിലയെക്കുറിച്ച്, പരിശുദ്ധിയെക്കുറിച്ച്, സ്റ്റാൻഡേർഡിനെ കുറിച്ചും ഒക്കെ എന്താണ് ഒരു അറിയാനുള്ള അവകാശം നമ്മൾ ഉപഭോക്താക്കൾക്ക്. രണ്ടാമത്തെ അവകാശം. മൂന്നാമത്തെ അവകാശം, നമ്മൾ സാധ്യമായ ഇടങ്ങളിലെല്ലാം മത്സരാധിഷ്ഠിത വിലയ്ക്ക് പ്രവേശനം ഉറപ്പാക്കാനുള്ള അവകാശം എന്നാണ് നിയമത്തിൽ പറയുന്നത്. അതിനെയാണ് നമ്മൾ സിംപ്ലിഫൈഡ് ആയിട്ട് നമ്മൾ പറയുന്നത് തെരഞ്ഞെടുക്കാനുള്ള അവകാശം. പക്ഷെ തെരഞ്ഞെടുക്കാനുള്ള അവകാശം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇന്ന് നിയമത്തിൽ പറയുന്നില്ല. ഈ പറയുന്ന മൂന്നാമതായിട്ട് പറഞ്ഞത് സാധ്യമായ ഇടങ്ങളിലെല്ലാം മത്സരാധിഷ്ഠിത വിലയ്ക്ക് പ്രവേശനം ഉറപ്പാക്കാനുള്ള അവകാശം. അത് നമ്മൾ മീൻ ചെയ്യുന്ന എന്താണ്? തെരഞ്ഞെടുക്കാനുള്ള അവകാശമാണ്. പിന്നെ നമുക്ക് കേൾക്കാനുള്ള അവകാശം, തർക്കപരിഹാരത്തിലുള്ള അവകാശം, ഉപഭോക്തൃ അവബോധത്തിലുള്ള അവകാശം. 6 അവകാശങ്ങളാണ് നമുക്കുള്ളത് അല്ലെ. ഇത് നമുക്ക് തെരഞ്ഞെടുക്കാനുള്ള അവകാശം എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഇംപ്ലിസിറ്റ് ആയിട്ട് നമുക്ക് പറയുന്നുണ്ട്, നമുക്ക് പറയാം അല്ലെ. രണ്ടാമതായിട്ട് ചൂഷണത്തിനുള്ള അവകാശം, ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യാനുള്ള അവകാശം ഉണ്ട് എന്നാണ്. അതുകൊണ്ടോടെ അതില്ല, അത് തെറ്റാണ്. കേൾക്കാനുള്ള അവകാശം, അതേപോലെ പരിഹാരം തേടാനുള്ള അവകാശം എന്നത്. അപ്പൊ നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. എല്ലാവരും ഈ ആൻസർ ഓപ്ഷൻ ബി തന്നെയാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഇത് നമ്മുടെ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യം തന്നെയാണ്. നമ്മുടെ കേന്ദ്ര വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് വ്യക്തമാക്കിയിരിക്കുന്ന വകുപ്പ് ഏത് എന്നുള്ള നമ്മുടെ ചോദ്യം. 10ാമത്തെ വകുപ്പാണ്. ദേശീയ വനിതാ കമ്മീഷന്റെ നിയമത്തില് എന്തിനെ കുറിച്ച് പറയുന്നത്? ദേശീയ വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്നത് അല്ലെ. നമ്മുടെ ക്ലാസ്സുകൾ ടെസ്റ്റ് നടത്തിയപ്പോഴൊക്കെ നമ്മൾ വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങളും മറ്റും വെച്ച് റിവിഷൻ ക്ലാസ്സിലൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. അത് വനിതാ കമ്മീഷൻ പ്രവർത്തനങ്ങളും മറ്റും വെച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ചോദ്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏത് വകുപ്പാണ് പറയുന്നത്? 10ാമത്തെ വകുപ്പാണ് വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ചെറിയൊരു അസൈൻമെന്റിലൂടെ ഞാൻ തരട്ടെ. ഈ 15ാമത്തെ, 12ാമത്തെ, 3ാമത്തെ വകുപ്പ് എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഒരു പക്ഷെ അടുത്ത പരീക്ഷയ്ക്ക് നമുക്ക് അതായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം ചോദിക്കാനായിട്ട് പോയിട്ട്. അവർ കമന്റ് ബോക്സ് നിങ്ങൾ ഒന്ന് എന്ത് ചെയ്യുക കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇനി അടുത്തത് ഗാർഹിക പീഡന സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം ഇരകളെ നേരിട്ട് ഉപദേശിക്കാൻ ആർക്കാകും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. മജിസ്ട്രേറ്റ് ആണോ, ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ് ആണോ, പ്രാദേശിക NGO-കളാണോ, അതോ പ്രൊട്ടക്ഷൻ ഓഫീസർ ആണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഓക്കെ, ഇതിന്റെ ആൻസർ ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ പ്രൊട്ടക്ഷൻ ഓഫീസർ എന്ന് ഒരുപക്ഷെ നിങ്ങൾ എന്ത് ചെയ്യും ചിന്തിക്കും ഓട്ടെ. പക്ഷെ പ്രൊട്ടക്ഷൻ ഓഫീസർ അല്ല ഇവിടെ. ഇവിടെ ഉപദേശിക്കാൻ, അഡ്വൈസ് എന്നുള്ളൊരു മീനിങ് അല്ല അവിടെ വരും. അവിടെ കൗൺസിലിംഗ് എന്നുള്ളൊരു മീനിങ്. നോക്കട്ടെ, മജിസ്ട്രേറ്റിന്റെ ആ ഒരു പ്രവർത്തനങ്ങൾ പഠിച്ച സമയത്ത് നിങ്ങൾ പഠിച്ചില്ലേ? ഇവ വിചാരണ നടക്കുന്ന സമയത്താണെങ്കിലും അതിന്റെ ഇടയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ ആണെങ്കിലും എപ്പോൾ വേണമെങ്കിലും മജിസ്ട്രേറ്റിന് എന്ത് ചെയ്യാം? നമ്മുടെ ഇരയായിരിക്കുന്ന വ്യക്തികളെ കൗൺസിലിംഗിന് വിധേയമാക്കാം അല്ലെ. കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യാം. സർവീസ് പ്രൊവൈഡറോ മറ്റോ നൽകുന്ന കൗൺസിലിംഗ്
കൗൺസിലിംഗിൽ മറ്റൊക്കെ എന്ത് ചെയ്യാം, വിധേയമാക്കാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ഈ പറയുന്നതിലൂടെ നമ്മുടെ ഗാർഹിക പീഡനത്തിന് ഇരയായിരിക്കുന്ന സ്ത്രീകൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെ നൽകാനും കൗൺസിലിംഗിനും മറ്റ് കാര്യങ്ങളും ഒക്കെ വിധേയമാക്കാനും ഒക്കെ ഉള്ള അധികാരം ആർക്കാണ്? മജിസ്ട്രേറ്റിനാണ് ഉള്ളത്. ഓക്കെ, നമുക്ക് ഇരയായിരിക്കുന്ന സ്ത്രീക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ, അത് ഏത് തരത്തിലുള്ളതാണെങ്കിൽ സഹായങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് പ്രൊട്ടക്ഷൻ ഓഫീസർ ചെയ്യുന്നത്. മജിസ്ട്രേറ്റിനെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിചാരണകളിലും മറ്റും സഹായിക്കുക, നിയമപരമായ സഹായം നൽകുക എന്നുള്ളതാണ് പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലയായിട്ട് വരുന്നത്. പ്രൊട്ടക്ഷൻ ഓഫീസർ ചുമതല. ഓക്കെ, ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യവസ്ഥകളും മറ്റും നടപ്പിലാക്കാനുള്ള ചുമതലകൾ പ്രൊട്ടക്ഷൻ ഓഫീസർമാർക്ക് നിയമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാ വിവിധ വകുപ്പുകളെയും മറ്റും എന്ത് ചെയ്യുന്നു, ഏകീകരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊക്കെ ചുമതല സംസ്ഥാന ഗവൺമെന്റ് ആണ്. NGO-കള് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങളും മറ്റുമാണ് NGO-കൾ ചെയ്യുന്നത്. പക്ഷെ അവർ നേരിട്ട് ഉപദേശിക്കാനും അവർക്ക് വേണ്ടി നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും കൗൺസിലിംഗ് മറ്റും വിധേയമാക്കാനൊക്കെ ഉള്ള അധികാരം ആർക്കാണ്? മജിസ്ട്രേറ്റിന്റെ ചുമതലയിലാണ് വരുന്നത്. സംരക്ഷണം നൽകുന്നതിനൊക്കെ ചുമതല ആർക്കാണ്? മജിസ്ട്രേറ്റിനാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. 2005 വിവരാവകാശ നിയമത്തിന്റെ 2ാമത്തെ വകുപ്പിൽ ഇനി പറയുന്നവയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്നു. റൈറ്റ് ടു ഇൻഫർമേഷൻ എന്നതിനകത്ത് എന്താണ് വരുന്നത്? ഒരുപാട് വട്ടം നമ്മൾ പറഞ്ഞ് നമ്മൾ പോയൊരു കാര്യമാണ്. ഒരു പൊതു അധികാരിയുടെ കൈവശമുള്ള രേഖകളും മറ്റു കാര്യങ്ങളും നേരിട്ട് പരിശോധിക്കാനും അല്ലെ, അതിന്റെ പകർപ്പുകളും മറ്റും എടുക്കുന്നതിനും ഒക്കെ ഉള്ള അവകാശം എന്തുണ്ട്? നമ്മുടെ പൗരന്മാർക്കുണ്ട് അല്ലെ. നേരിട്ട് പരിശോധിക്കാം, അതിന്റെ എന്താണ് പകർപ്പും മറ്റു കാര്യങ്ങളും എടുക്കാം, സാമ്പിളുകളും മറ്റും എടുക്കാം, ഒരു ഓഫീസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, പരിശോധിക്കാനും ഒക്കെ എല്ലാ അവകാശവും ആർക്കുണ്ട്? വിവരാവകാശ നിയമപ്രകാരം ഒരു പൗരന് ഉണ്ട് അല്ലെ. അപ്പൊ ഇനി പറയുന്നവർ ഏത് അവകാശമാണ് വകുപ്പ് 2-ൽ വരുന്നത്? റൈറ്റ് ടു ഇൻഫർമേഷൻ, വിവരാവകാശം എന്നുള്ളതിൽ വരുന്നത് ജോലി രേഖയുമായി എന്നിവയുടെ പരിശോധന. ഒരു സർക്കാർ ഓഫീസിൽ നിന്ന് അവിടെ എന്ത് പ്രവർത്തനമാണ് നടക്കുന്നത്, എന്ത് രേഖകളാണല്ലോ, അത് പരിശോധിക്കാനുള്ള അവകാശം വരുന്നുണ്ട്. രേഖയുടെയോ ചാർജുകളുടെയോ എക്സ്ട്രാക്റ്റുകൾ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കാം അല്ലെ. രേഖകളുടെ ആയിക്കോട്ടെ, സാമ്പിളുകളുടെ ആയിക്കോട്ടെ, എക്സ്ട്രാക്റ്റുകളുടെ അവയ്ക്ക് എന്താണ് പകർപ്പുകൾ എടുക്കാം. പകർപ്പ് എടുക്കുമ്പോൾ നമുക്ക് അവിടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അഡ്ജസ്റ്റ് ചെയ്താണ്, സാക്ഷ്യപ്പെടുത്തിയാണ് നമുക്ക് തരുന്നത്. BM ശരിയാണ്. മെറ്റീരിയൽ സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകൾ മറ്റും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ D ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ D ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 2012 കുട്ടികളുടെ കുറ്റകൃത്യത്തിന് സംരക്ഷണ നിയമപ്രകാരമുള്ള കുറ്റപ്രകാരം പ്രത്യേക കോടതി വിചാരണ ചെയ്ത ശേഷം ഇരയായ കുട്ടികളുടെ തെളിവുകൾ ഇനി പറയുന്നവയെ പരിധിക്കുള്ളിൽ രേഖപ്പെടുത്തണം അല്ലെ. വിചാരണ നടത്തി കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൊഴികളും മറ്റു കാര്യങ്ങളും 30 ദിവസത്തിനുള്ളിലാണ് രേഖപ്പെടുത്തേണ്ടത്. 30 ദിവസത്തിനുള്ളിലാണ് രേഖപ്പെടുത്തിയിരിക്കണം. ഓക്കെ, അതേസമയം പ്രത്യേക കോടതി വിചാരണയും മറ്റും പൂർത്തീകരിക്കേണ്ടത് എത്ര സമയമാണ്? 1 വർഷത്തിന് ഉള്ളിലാണ്. രണ്ടും തമ്മിൽ മാറി റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. കുട്ടിയുടെ മൊഴിയും മറ്റും രേഖപ്പെടുത്തേണ്ടത് 30 ദിവസത്തിനുള്ളിലാണെങ്കിൽ നമുക്ക് വിചാരണയും മറ്റും പൂർത്തീകരിക്കേണ്ടത് എത്രയാണ്? 1 വർഷത്തിനുള്ളിലാണ് പ്രത്യേക കോടതി പൂർത്തീകരിക്കുന്നത്. പ്രത്യേക കോടതിക്ക് സെഷൻസ് കോടതിയിൽ അധികാരമുണ്ട് എന്നുള്ളത് പഠിച്ചിരിക്കാം. പ്രത്യേക കോടതിയിൽ പ്രത്യേക പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ നിയമിക്കാവുന്നതാണ്. അങ്ങനെ പ്രത്യേക പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിക്കുന്ന ആൾക്ക് മിനിമം 7 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. ഇനി അടുത്ത ചോദ്യം, പോക്സോ നിയമപ്രകാരം കുട്ടി ആരാണ്? PSC ഒരുപാട് വട്ടം ചോദിച്ച് PSC ഒരിക്കലും മടുക്കാത്ത ചോദ്യങ്ങളിൽ ഒന്നാണ്. 18 വയസ്സിന് താഴെ പ്രായമുള്ള എല്ലാവരെയും പോക്സോ നിയമപ്രകാരം നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? കുട്ടിയായിട്ട് കണക്കാക്കാം. ഉത്തരം A ആണ്. ഇനി നമ്മുടെ അവസാന ചോദ്യം റിപ്പീറ്റഡ് ആയിട്ട് വന്നൊരു കാര്യമാണ്. ക്ലാസ്സുകൾ നമ്മൾ പഠിച്ച കാര്യവും തന്നെയാണ്. നമ്മുടെ ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ ആരാണ്? രേഖാ ശർമ്മയാണ്. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? രേഖാ ശർമ്മയാണ്. നമ്മൾ ആദ്യത്തെ പരീക്ഷയ്ക്ക് നമുക്ക് ഇതേപോലെ ചോദ്യം ഉണ്ടാകും. അന്ന് നമ്മൾ അംഗങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു തന്നിട്ട് നിങ്ങൾ അതൊന്ന് നോക്കണം കേട്ടോ. അത് നോക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ചെറിയൊരു അസൈൻമെന്റ് ഒരു ചോദ്യം ഞാൻ അസൈൻമെന്റ് തന്നിട്ടോടെ നോക്കി. നേരത്തെ നമ്മൾ ഈ പോക്സോ നിയമത്തിന്റെ നമ്മുടെ ഈ ചോദ്യത്തിൽ ഇത് വിചാരണയുടെ സമയം, വിചാരണ ചെയ്തിട്ട് മറ്റു കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യേണ്ടത് എത്ര പരിധിക്കുള്ളിൽ 30 ദിവസം എന്നുള്ളതും 1 വർഷത്തിന് വിചാരണ പൂർത്തീകരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന കാര്യം അത് ഏത് വകുപ്പിലാണ്, പോക്സോ നിയമത്തിൽ ഏത് വകുപ്പിലാണ് പറഞ്ഞിരിക്കുക നിങ്ങൾ കണ്ടെത്തിയിട്ട് ആൻസർ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. വരുന്ന പരീക്ഷകൾക്ക് ഇതേപോലെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്ത് പോകാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ താങ്ക് യു, ബൈ ബൈ.